إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم وإياي أولا بتقوى الله ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ, സർവലോക പരിപാലകനായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ അമൂല്യമായ സമ്പത്താണ് നമ്മുടെ മക്കൾ. പലപ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്, ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. അവരുടെ സന്തോഷങ്ങൾ നമ്മുടെ മനസ്സിനും നമ്മുടെ കണ്ണിനും കൺകുളിർമയാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം മക്കളെ വളർത്തുമ്പോൾ പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരുപാട് മര്യാദകൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അതിലാദ്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ മക്കൾക്ക് നല്ല പേരുകൾ നിർദ്ദേശിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരു സ്വഹാബി പരാതിയായിക്കൊണ്ട് പറഞ്ഞു, എന്റെ മകൻ എന്നെ പരിപാലിക്കുന്നില്ല, അതേപോലെ തന്നെ എന്നെ അവൻ നോക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ആ മകനെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ നിന്റെ പിതാവിനെ പരിപാലിക്കാത്തത്? ആ മകൻ വളരെ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, എന്റെ പിതാവ് എനിക്കൊരു നല്ല പേര് പോലും ഇട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് ചോദിച്ചു, എന്താണ് നിന്റെ പേര്? ആ കുട്ടി പറയാണ്, എന്റെ പേര് ജുഅൽ എന്നാണ്. ജുഅൽ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ വിസർജന മാലിന്യങ്ങളിൽ വന്നിരിക്കുന്ന ഒരു വണ്ടിന്റെ പേരാണ് ജുഅൽ എന്നുള്ളത്. ഈ പേര് വിളിച്ചിട്ട് കുട്ടികൾ എന്നെ പരിഹസിക്കുകയാണ്, കളിയാക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയുണ്ടായി, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല പേരുകൾ ഇടുക. അബ്ദുള്ള, അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ,
എന്നീ പേരുകൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകളാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ സംഭവിക്കുന്നത് പിതാവിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം, അതേപോലെ തന്നെ മാതാവിന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം, എന്നിട്ട് അത് വെച്ച് നമ്മൾ പേരുകൾ ഇങ്ങനെ കണക്കാക്കുകയാണ്, പേരുകൾ ഇങ്ങനെ തിരയും. എന്നിട്ട് നമ്മുടെ കുട്ടിക്ക് ലഭിക്കുന്ന പേര് ഒരു വിചിത്രമായ പേരായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുകയുണ്ടായി, ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് മോശമായ പേരുകൾ ഇടാൻ പാടില്ല. പ്രവാചകർ പറഞ്ഞു, ഷഹിൻഷ, രാജാതിരാജൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. അങ്ങനെയുള്ള പേരുകൾ ഒരിക്കലും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഇടാൻ പാടില്ല എന്നുവരെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കൊരു കുട്ടി ജനിച്ചാൽ ഏറ്റവും മനോഹരമായ ഇസ്ലാമികപരമായ പേര്, അവൻ ഒരു മുസ്ലിമാണ് എന്ന് തോന്നിക്കുന്ന, ആളുകൾ പരിഹസിക്കാത്ത പേരുകൾ നമ്മുടെ കുട്ടികൾക്ക് ഇടാൻ വേണ്ടി നമ്മളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, ആൺകുട്ടി ജനിച്ചാൽ, പെൺകുട്ടി ജനിച്ചാൽ അത് ശാപമായി നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ ഒരാൾ പ്രസവിച്ചാൽ ഇന്ന ആള് പ്രസവിച്ചു, അപ്പൊ നമ്മൾ ആദ്യം ചോദിക്കുക ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന്. പെൺകുട്ടിയാണ് എങ്കിൽ നമ്മൾ പറയും അയ്യേ എന്ന് പറയും. ഇപ്പോഴും പെൺകുട്ടികൾ ജനിച്ചാൽ അത് വലിയ ചെലവുകളായി കണക്കാക്കുന്ന രക്ഷിതാക്കളെ ഇന്നും മുജാഹിദ് കുടുംബങ്ങളിൽ വരെ നമുക്ക് കാണുവാൻ സാധിക്കും. പെൺകുട്ടികൾ ജനിച്ചാൽ ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി വീണ്ടും വീണ്ടും കാത്തിരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ പറയും അയാൾക്ക് 3 പെൺകുട്ടികളാണത്രേ. അതൊരു അപമാനമായി കൊണ്ടാണ് പല രക്ഷിതാക്കളും പല ആളുകളും ഇന്ന് കണക്കാക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആരെങ്കിലും 2 പെൺകുട്ടികളെ വളർത്തിയാൽ ഞാനും അവനും സ്വർഗത്തിൽ ഇതുപോലെയായിരിക്കും. പ്രവാചകർ 2 വിരലുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, ഞാനും അവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന്. 2 പെൺകുട്ടികളെ നമ്മൾ വളർത്തിയാൽ അവർക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കിടയിൽ അനീതി പ്രവർത്തിക്കരുത്, മക്കൾക്കിടയിൽ വേർതിരിവ് നിങ്ങൾ കാണിക്കരുത്. ചില രക്ഷിതാക്കളൊക്കെ ചില കുട്ടികൾക്ക്, ചെറിയ കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ മൂത്ത ആൾക്ക്, നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ കുടുംബത്തിലെ ആൺകുട്ടികൾക്ക് ഒരു പ്രത്യേകമായ പരിഗണന നൽകും. പരിശുദ്ധ ഇസ്ലാം പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ, അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, അവരെ തുല്യരായിക്കൊണ്ട് കാണണമെന്നാണ്. മക്കൾക്കിടയിൽ വേർതിരിവുണ്ടായാൽ മക്കൾ തമ്മിൽ ഭിന്നിച്ചു പോകും എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതിയോടുകൂടി വർത്തിക്കണമെന്ന്. അതുപോലും പരിശുദ്ധ ഇസ്ലാം വളരെ വ്യക്തമായി കൊണ്ട് ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിക്കണം. മക്കൾക്കിടയിൽ വേർതിരിവുണ്ടാക്കിയാൽ അത് നമ്മുടെ കുടുംബ തകർച്ചക്ക് കാരണമാകുമെന്ന്. അതടക്കം സന്താന പരിപാലനം എന്ന വിഷയത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒരേപോലെ നൽകാൻ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മളൊക്കെ ഭൗതിക വിദ്യാഭ്യാസത്തിന് വളരെ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ വിവിധ കോഴ്സുകളിലേക്ക് നമ്മൾ ചേർത്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്ക് നമസ്കരിക്കാൻ അറിയും. എന്റെ വീട്ടിൽ എനിക്ക് 4 കുട്ടികളുണ്ട് എങ്കിൽ അവർക്ക് 5 നേരം കൃത്യമായി നമസ്കരിക്കാൻ അറിയും എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന എത്ര രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. എന്റെ കുട്ടിക്ക് പരിശുദ്ധ ഖുർആൻ തെറ്റാതെ പാരായണം ചെയ്യാൻ അവന് സാധിക്കും, എന്റെ മക്കൾക്ക് പ്രാർത്ഥനകൾ അറിയാം എന്ന അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന എത്ര രക്ഷിതാക്കളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മുർറു ഔലാദകും ബിസ്വലാത്തി വഹും അബ്നാഉ 7 സിനീൻ. 7 വയസ്സായാൽ നിങ്ങളുടെ കുട്ടികളെ നമസ്കാരം ശീലിപ്പിക്കും. 10 വയസ്സായിട്ടും നിങ്ങളുടെ മക്കൾ നമസ്കരിക്കുന്നില്ല എങ്കിൽ അവരെ അടിക്കണമെന്നാണ്. അതേപോലെ തന്നെ 10 വയസ്സായാൽ കുട്ടികളെ വിരിപ്പിൽ നിന്ന് അവരെ മാറ്റി കടത്തണം. കുട്ടികളെ ഒരുമിച്ച് കടത്താൻ പാടില്ല.
അതുവരെ വളരെ കൃത്യമായി ഹദീസുകളിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചു തരികയുണ്ടായി. മദ്രസ വിദ്യാഭ്യാസം, ഇസ്ലാമികപരമായ അറിവുകൾ നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി നൽകുക എന്നുള്ളത് രക്ഷിതാവ് എന്ന നിലക്ക് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. വസ്ത്രത്തിന്റെ വിഷയത്തിൽ വരെ നമ്മൾ ശ്രദ്ധിക്കണം. പല പെൺകുട്ടികൾക്കും നമ്മൾ വാങ്ങി നൽകുന്ന വസ്ത്രങ്ങൾ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ കല്യാണങ്ങൾക്കും അതേപോലെ തന്നെ അങ്ങാടികളിലേക്കും അവർ ഇറങ്ങുമ്പോൾ അവരുടെ ഔറത്തുകൾ മറയുന്നില്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രം അത് കുട്ടികളുടെ ഔറത്ത് മറയാൻ വേണ്ടി, അത് ഇസ്ലാമികമായിരിക്കും. നമ്മുടെ കുട്ടികൾക്കൊക്കെ പല രൂപത്തിൽ അനിസ്ലാമികപരമായ വസ്ത്രങ്ങളാണ് പല രക്ഷിതാക്കളും ഇന്നും വാങ്ങിക്കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആൺവേഷം ധരിക്കുന്ന പെൺകുട്ടികളെയും പെൺവേഷം ധരിക്കുന്ന ആൺകുട്ടികളെയും അല്ലാഹു തആല ശപിച്ചിരിക്കുന്നു എന്ന. അതുവരെ മക്കളുടെ പരിപാലന വിഷയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുട്ടികൾക്കിടയിൽ ഒരുപാട് തിന്മകൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ പരിശോധിച്ചാൽ ലഹരി, അതേപോലെ തന്നെ ആത്മഹത്യ, പ്രണയം, മൊബൈലിന്റെ അനാവശ്യമായ ഉപയോഗങ്ങൾ, ഈ തിന്മകൾക്കെതിരിൽ കുട്ടികളെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ചില കുടുംബങ്ങളിലൊക്കെ കുട്ടികൾ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വരും. പരീക്ഷയിൽ തോറ്റു, അല്ലെങ്കിൽ അധ്യാപകൻ ചീത്ത പറഞ്ഞു, രക്ഷിതാക്കൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കുട്ടികൾ ഞരമ്പ് മുറിക്കുന്ന, അതേപോലെ തന്നെ ആത്മഹത്യകൾ ചെയ്യുന്ന കുട്ടികളെയാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ, പ്രദേശങ്ങളിൽ, മഹല്ലുകളിൽ കണ്ടുവരുന്നത്. ആത്മഹത്യ ചെയ്താൽ അവൻ ഒരിക്കലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് ഉണ്ടായാലും, പരീക്ഷണം ഉണ്ടായാലും ക്ഷമയോടെ അള്ളാഹുവിൽ ബലമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന തോക്കത്ത് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് ലഹരിയുടെ ഉപയോഗം നമ്മുടെ നാടുകളിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മക്കളോട് പറയേണ്ടത്, ലഹരി ഉപയോഗിച്ചാൽ നിന്റെ കരിയർ, നിന്റെ ജീവിതം തകരുകയാണ്. അതിന്റെ ഒരു ചെറിയ അംശം പോലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കുട്ടികളെ ഉപദേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികളോട് സംസാരിക്കാത്ത രക്ഷിതാക്കളെ വരെ നമുക്ക് കാണും. ഒരാഴ്ചയായി സ്വന്തം മകനോട് സംസാരിക്കാത്ത രക്ഷിതാക്കളുണ്ടാവും. സ്വന്തം മകളോട് ഒരാഴ്ചയായി സംസാരിക്കാത്ത രക്ഷിതാക്കളുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ പറയും, എന്റെ കുട്ടി പ്രണയത്തിന്റെ ആ രൂപത്തിലുള്ള തിന്മയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കളെ കൃത്യമായി സ്നേഹിച്ചാൽ, അവർക്ക് വീട്ടിൽ നിന്ന് പരിഗണന ലഭിച്ചാൽ, അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ, നമ്മുടെ ഒരു കുട്ടിയും പ്രണയത്തിന്റെ ചീത്തയായ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകുകയില്ല. പല രക്ഷിതാക്കളും ഇങ്ങനെ നീറി ജീവിക്കാം. കുട്ടികളൊക്കെ അന്യമതസ്ഥരായ ചെക്കന്മാരെ പ്രണയിച്ച് ഒളിച്ചോടുകയാണ്. 18 വയസ്സുവരെ 20 വയസ്സുവരെ വളരെ പ്രയാസപ്പെട്ട് നോക്കിയ രക്ഷിതാക്കളെ വലിച്ചെറിഞ്ഞുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. നമ്മുടെ മുസ്ലിം വീട്ടുകളിലും നമ്മുടെ മക്കളോട് കൃത്യമായി കൊണ്ട് സംസാരിക്കാൻ, അതേപോലെ തന്നെ അവരെ ഉപദേശിക്കാൻ, അവരെ കൂടെയുണ്ട് എന്ന് അവരെ സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെയാണ് എങ്കിൽ ഒരു പ്രണയവും നമ്മുടെ കുടുംബത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കുട്ടികളോട് ആ സന്ദർഭത്തിൽ വരെ സംസാരിക്കാനാണ് പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. അവരുടെ ആവശ്യങ്ങളെ ചോദിച്ചറിയാൻ, അവരുടെ പ്രയാസങ്ങളെ മനസ്സിലാക്കാൻ ഒരു രക്ഷിതാവിന് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ മക്കളെ അഹങ്കാരികളായിക്കൊണ്ട് വളർത്തരുത് എന്ന്. ചില കുട്ടികളൊക്കെ വളരെ പൊങ്ങച്ചത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലുഖ്മാനിൽ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകന് നൽകുന്ന ഉപദേശം, വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറ. പൊന്നുമോനെ, നീ ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കരുത്. മറ്റുള്ളവരുടെ അടുക്കൽ നിന്ന് അഹങ്കാരത്തോടെ നിന്റെ മുഖത്തെ തിരിച്ചു കളയരുത്.
ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഒരു ഉപദേശം അതായിരുന്നു. നമ്മുടെ മക്കളോട് വലിയവരെ ബഹുമാനിക്കാനും ആദരിക്കാനും ചെറിയവരോട് കാരുണ്യത്തോടുകൂടി വർത്തിക്കാനും അവരെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയാണ്. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഘടകം. നമ്മുടെ മക്കളുടെ കൂട്ടുകാരൻ ഏതവസ്ഥയിലാണോ ആ രൂപത്തിലായിരിക്കും അവൻ സഞ്ചരിക്കും. നമ്മുടെ മക്കളുടെ ഒരു കൂട്ടുകാരൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കൾ പതിയെ പതിയെ ലഹരിക്ക് അടിമപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അർറജുലു ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ അവന്റെ കൂട്ടുകാരൻ എന്താണോ ചെയ്യുക ആ രൂപത്തിലായിരിക്കും അവൻ വളരുക. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട്, അവരുടെ ചങ്ങാതിമാർ ആരാണ് എന്ന് പരിശോധിക്കാൻ നമുക്ക് സാധിക്കും. നല്ല കൂട്ടുകെട്ടുകൾ, നല്ല ചങ്ങാതിമാരെ സെലക്ട് ചെയ്യാൻ അവർക്ക് നമ്മൾ പ്രോത്സാഹനം നൽകേണ്ടതുണ്ട്. അത് നമ്മുടെ മക്കളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘടകം. അതേപോലെ തന്നെ കൃത്യമായ ഉപദേശങ്ങൾ ഓരോ സന്ദർഭങ്ങളിൽ അവർ ഒരു പുതിയ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ, സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അവരുടെ ഭാഗത്ത് ഒരു തെറ്റ് കണ്ടാൽ അതുവരെ കൃത്യമായി ഉപദേശിക്കാൻ, നിർദ്ദേശിക്കാൻ നമുക്ക് സാധിക്കും. പല ആളുകൾ പറയും, മൗലവി എന്റെ മകൻ അവൻ ലഹരിക്ക് അടിമപ്പെട്ട് ജീവിക്കും, നിങ്ങളൊന്ന് അവനെ ഉപദേശിക്കും. അല്ലെങ്കിൽ അവൻ പള്ളിയിലേക്ക് വരുന്നില്ല, മൗലവി നിങ്ങളൊന്ന് അവനെ ഉപദേശിക്കും. ഒരിക്കലും മൗലവിയല്ല നമ്മുടെ മക്കളെ ഉപദേശിക്കേണ്ടത്. മക്കൾ എന്ന നിലക്ക്, ഒരു പിതാവ് എന്ന നിലക്ക് മക്കൾക്ക് സദാസമയങ്ങളിൽ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ ചെയ്യാൻ, അവർക്കത് പകർന്നു നൽകാൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കൾ എന്ന് പറഞ്ഞാൽ നാളെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു പിതാവും അവന്റെ സ്വാലിഹായ സന്താനത്തിന്റെ പ്രാർത്ഥന അള്ളാഹുവിന്റെ അടുക്കൽ മറയില്ലാതെ സ്വീകരിക്കുമെന്ന്. നമ്മളൊക്കെ ആലോചിക്കേണ്ടത്, ഞാൻ മരിച്ചാൽ എന്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ എന്ന്. ആ രൂപത്തിൽ മക്കളെ നന്നാക്കാൻ, ആ രൂപത്തിൽ മക്കളെ വളർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തന്റെ മരണശൈലിയിൽ കിടക്കുമ്പോൾ മക്കളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ മരണപ്പെട്ടാൽ നിങ്ങൾ ആരാധിക്കും? ആ മക്കൾ നൽകുന്ന മറുപടി, എന്റെ പിതാവിന്റെ ആദർശം എന്തായിരുന്നോ ആ ആദർശത്തിലായിരിക്കും ഞങ്ങൾ ജീവിക്കുക എന്ന്. അഥവാ മക്കൾക്ക് കൃത്യമായി തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക, ശിർക്ക് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ബിദ്അത്ത് എന്താണെന്നും കുഫ്ർ എന്താണ് എന്നും പഠിപ്പിച്ചു കൊടുക്കൽ വരെ ഒരു രക്ഷിതാവിന്റെ ബാധ്യതയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കളിൽ എത്ര ആളുകൾക്ക് തൗഹീദ് അറിയാം? പലപ്പോഴും നമ്മുടെ മക്കളൊക്കെ ജോലി കാര്യങ്ങൾക്ക് വേണ്ടി, പഠനത്തിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിൽ, അന്യ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവർ ആശങ്കപ്പെടുകയാണ്. ഇസ്ലാമിന്റെ പേരിൽ പല രൂപത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഏത് സ്വീകരിക്കണമെന്ന് വരെ മക്കൾക്ക് സംശയമാണ്. എന്തുകൊണ്ടാണ് അറിയോ? മക്കൾക്ക് കൃത്യമായ തൗഹീദ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്. ബിദ്അത്ത് എന്താണ് എന്ന് തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തൗഹീദ് വരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മേലുള്ള ബാധ്യതയായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾ ഒരു പിതാവ് എന്ന നിലക്ക്, മാതാവ് എന്ന നിലക്ക് അവർക്ക് നമ്മെ പരിപാലിക്കാൻ കഴിയണം. അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ ആ കുട്ടിയുടെ, മകന്റെ, മകളുടെ കൂടെ നിൽക്കേണ്ടത് അവന്റെ രക്ഷിതാവാണ്. അവന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സാരമില്ലടാ പോട്ടെ, ഇൻഷാ അല്ലാഹ് അല്ലാഹു അത് റെഡിയാക്കി തരും എന്ന് പറയേണ്ടത് അവന്റെ മാതാവും അവന്റെ പിതാവുമാണ്. ഈ ഒരു സപ്പോർട്ട് നമ്മുടെ മക്കൾക്ക് തണലായി ഉണ്ടായാൽ നമ്മുടെ മക്കൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല. അതാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കൾക്ക് പേരിടുന്നതിൽ വരെ വളരെയധികം നമ്മൾ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടെന്ന്. ആ രൂപത്തിൽ മക്കളെ കൃത്യമായി കൊണ്ട് പരിപാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിലുള്ള രക്ഷിതാക്കളായി അള്ളാഹു നമ്മെ വളർത്തട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ സംസാരിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട്. വസ്ത്രം ധരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, വാഹനങ്ങളിൽ കയറുമ്പോൾ ഒക്കെ പല രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ എപ്പോഴും നടത്തിയിരുന്ന ഒരു പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന തമ്പുരാനെ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തണേ. ഈ ഒരു പ്രാർത്ഥന അള്ളാഹുവിന്റെ റസൂൽ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നതായി ഹദീസുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാറിന് വേണ്ടി, പാപമോചനത്തിനു വേണ്ടി എല്ലാ ദിവസവും നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെറുതും വലുതുമായതൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാകും. ആ പാപക്കറകളെയെല്ലാം കഴുകിക്കളയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ്